നമസ്കാരം. D4 ഫിലിം ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന അനശ്വരനായ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയനോടൊപ്പം സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ സൗഹൃദം പങ്കിട്ട നടൻ ജോസ് പ്രകാശ് സാറിൻ്റെ മകൻ രാജൻ ജോസ് പ്രകാശാണ്. എൻ്റെ പേര് രാജൻ ജോസ് പ്രകാശ്. ജോസ് പ്രകാശിൻ്റെ മകനാണ്. 6 മക്കളിൽ 4ാമത്തെ ആളാണ് ഞാൻ 4 സിനിമകൾ എടുത്തിട്ടുണ്ട്. ആദ്യ സിനിമ കൂടെവിടെ, പിന്നെ ഈറൻ സന്ധ്യ, ഉപഹാരം, 1000 കണ്ണുകൾ. സിനിമ ലോകവുമായിട്ടുള്ള ബന്ധം അത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അത് നിങ്ങളാരും കണ്ടു കാണാൻ വഴിയില്ല. ഒരു ചെറിയൊരു റോളിൽ ഓപ്പോൾ എന്ന സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ജയനുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ, ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ നായർ എന്നാണ്. നേവിയിലെ പെറ്റി ഓഫീസറാണ്. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് 400 രൂപ ശമ്പളക്കാരനായ നേവിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര സെൻസുള്ള ആളാണ്. ഞാനവിടെ ടൈലറിങ് ഷോപ്പ് ജോസ് ജംഗ്ഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കടയിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. കടയിൽ വരികയും മിക്കവാറും ആഴ്ചയിലൊരു ഷർട്ടോ പാൻറ്റോ എന്തെങ്കിലും ലേറ്റസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പുള്ളിക്ക് തയ്ക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ള ആളായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കാനൊരു എൻട്രി കൂടിയാണ് അദ്ദേഹത്തിന് എന്നോടുള്ള സൗഹൃദം കൂടാനുള്ളത് മനസ്സിലായത്. അത് വളരെ കോടിയലായിട്ട് ഒരു ദിവസം സംസാരത്തിൽ പറയുകയുണ്ടായി, എൻ്റെ ഫാദറിന് വരുമ്പം ഒന്ന് സൂചിപ്പിക്കണം, സിനിമയിൽ അഭിനയിക്കുന്നത് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ കടയിൽ വെച്ച് ഫാദറോടെ കടയിലുള്ളപ്പോഴത്തേന് ബേബി വന്നു. ബേബി എന്നാണ് വിളിക്കുന്നത്. ബേബി വന്നു. ഫാദറോട് ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ഫാദർ നേരത്തെ നേവിയിലായിരുന്നതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഹിന്ദിയിലായി സംസാരം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഔട്ടായി. ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ശാപം മോഷം എന്ന് പറഞ്ഞ സിനിമ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് വരുന്നത്. JC ആയിരുന്നു ഡയറക്ടർ. അപ്പോൾ അതിലൊരു സീനിൽ ഒരു പാട്ട് പാടുന്നൊരു സീനുണ്ട്. ആ സീൻ അഭിനയിക്കേണ്ടത് എൻ്റെ ഫാദർ തന്നെയാണ് അഭിനയിക്കേണ്ടത്. യേശുദാസ് പാടിയൊരു പാട്ട്, ആദ്യത്തെ രാത്രിയിൽ വരവേൽക്കാൻ എന്ന് പറയുക പാട്ടിൻ്റെ തുടക്കം. അപ്പം JCയോട് ഒരു സജഷൻ കൊടുത്തു, ആ പാട്ട് ഞാൻ പാടി അഭിനയിക്കുന്നതിനൊക്കെ നല്ലത് നമുക്ക് മറ്റൊരാളെ കൊണ്ട് അഭിനയിപ്പിച്ചാലോ എന്ന് JCയോട് ചോദിച്ചപ്പം വിരോധമില്ല, ബേബിച്ചാണ് ആ ഫാദറിനെ വിളിക്കുന്നത്. ബേബിച്ചിന് ഇഷ്ടമുള്ളായിരുന്നു വെച്ച് വിളിക്കാൻ പറ്റും. എന്നെ വിളിച്ചു. രാജൻ്റെ കടയിലുണ്ടാവും, അയാൾ വിളിച്ചാൽ മതി, അയാൾ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ കടയിൽ വിളിച്ച് പറഞ്ഞ് ബേബിയായിട്ടൊന്ന് ദ്വാരക ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ദ്വാരക ഹോട്ടലിൽ എൻ്റെ സ്കൂട്ടറിൽ ഞാൻ ബേബി അവിടെ കൊണ്ട് എത്തിക്കുന്നത്. അവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ JCക്ക് ഇഷ്ടമായി. ഇയാൾ പാട്ട് നന്നായിട്ട് പാടുന്ന ആളതിൻ്റെ പേരിൽ അധികം റീടേക്കൊന്നും ഇല്ലാതെ ആ പാട്ട് വളരെ ഭംഗിയായ രീതിയിൽ അഭിനയിച്ചു തീർത്തു. അതാണ് ആദ്യത്തെ സിനിമ, ശാപമോക്ഷം.
ആദ്യത്തെ രാത്രിയിൽ വരവേൽക്കാൻ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടാണ് ആദ്യത്തെ സിനിമ. അദ്ദേഹം മലയാള സിനിമയുടെ തുടക്കകാലത്ത് താമസിച്ചിരുന്നതും അതുപോലെ അദ്ദേഹത്തിൻ്റേതായ ഭക്ഷണ രീതികളും ഒന്ന് വിശദീകരിക്കാമോ സർ? ബേബി അന്ന് എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കൊച്ചിൻ ടൂറിസ്റ്റ് ഹോം എന്ന് പറയും. കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലാണ് സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിൽ താമസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയും. ജോസ് ജംഗ്ഷനിലൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ അതില്ല, ആ സ്ഥാപനമൊന്നും ഇല്ല അവിടെ. അപ്പോൾ മിക്കവാറും വന്നാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. പുള്ളിയുടെ ഫേവറേറ്റ് ഫുഡെന്ന് പറഞ്ഞാൽ ബുൾസയും ബ്രെഡും ആയിരുന്നു. അതാണ് പുള്ളി പ്രധാനമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് മാറി മസാല ദോശയെ കഴിക്കും. അത് ഞങ്ങളുടെ സ്ഥിരം പതിവായിരുന്നു, ഇന്ത്യൻ കോഫി ഹൗസിലെ ഭക്ഷണം. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാര രീതി എങ്ങനെയായിരുന്നു? അതേപോലെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അന്ന് സ്ഥിരമായിട്ട് യാത്ര ചെയ്തിട്ട് ഒരു ജാവ മോട്ടോർ സൈക്കിളിലായിരുന്നു. ജാവ SD ഇറങ്ങിയിട്ടുള്ള സമയം അന്ന് ജാവ മോട്ടോർ സൈക്കിളാണ്. ജാവയിലാണ് അദ്ദേഹം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് പിന്നീട് ഒരു ഫിയറ്റ് വാങ്ങിച്ചത്, ബ്ലാക്ക് ഫിയറ്റ് KRE 134, അതാണ് ആ വണ്ടിയുടെ നമ്പർ. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്ന് പറയുന്നത് സിൽക്കോൺ എന്ന് പറഞ്ഞൊരു ചെരുപ്പടയുണ്ട് എൻ്റെ കടയിൽ തൊട്ടടുത്ത്. സിൽക്കോണിലെ ഹംസ എന്ന് പറയും. ഹംസയും അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ അതുകൂടാതെ ധാരാളം സുഹൃത്തുക്കളുള്ള ആളാണ് അദ്ദേഹം. ഗ്ലിംസം പെയിൻറ്റ്സിലെ നന്ദകുമാർ, അതുകൂടാതെ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇവിടെ. ജോസ് പ്രകാശ് ജയൻ സിനിമാ കൂട്ടുകെട്ടിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ഹീറോ വില്ലൻ വേഷങ്ങളാണ്. ഈ ഹീറോ വില്ലൻ വേഷങ്ങളിൽ ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള സ്റ്റണ്ട് സീനുകളിലൊക്കെ അവരുടെ ആ ഒരു സിനിമയിൽ നല്ല രീതിയിലുള്ള ആ പെർഫോമൻസിന് ശേഷം അവർ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നൊന്നും പറയാമോ? അതായത് എൻ്റെ ഫാദർ ജയനോടുള്ള പെരുമാറ്റം എന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ വളരെ അടുത്ത സുഹൃത്ബന്ധമാണ് ഇവർ തമ്മിൽ. പക്ഷേ പലപ്പോഴും സ്റ്റണ്ട് സീനുകളൊക്കെ അഭിനയിക്കുമ്പോൾ അച്ഛൻ വില്ലനും ജയൻ ഹീറോയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ കഥകൾ പറയാറുണ്ട്. ഫൈറ്റ് സമയത്ത് ചിലപ്പോൾ എൻ്റെ ഫാദറിനെ ജയൻ ഇടിച്ച് താഴെ വീഴിക്കുമ്പോൾ തിരിച്ച് പിടിച്ച് എഴുതിപ്പിക്കുന്ന ബേബി തന്നെയാണെന്ന് പറയാറുണ്ട് തമാശയ്ക്ക്. അത് മദ്രാസിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് പാംഗുരു ഹോട്ടലിലായിരുന്നു. ജയൻ സാറിൻ്റെ പല ചിത്രങ്ങളുടെയും ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഈ ഷർട്ടുകൾ എപ്പോഴും പുതുമകൾക്ക് വേണ്ടി സാറിൻ്റെ ഷർട്ടുകൾ ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സാർ? എൻ്റെ ഡ്രസ്സുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ അളവിൽ കറക്റ്റായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ എനിക്കും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വളരെ ക്രൈസാണ്. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ, പുതിയ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുള്ളി വാങ്ങിച്ചുകൊണ്ട് പോകും എൻ്റെ നിന്ന്. ഒരു ഫോർട്ട് കൊച്ചിയിൽ ഏതോ ഒരു പടത്തിൻ്റെ JCയുടെ തന്നെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഡ്രസ്സ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷർട്ട് കണ്ടിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടിരുന്ന ഷർട്ട് എനിക്ക് ഊരി തന്നു. എൻ്റെ ഷർട്ട് മേടിച്ച് അദ്ദേഹം ഇട്ട് ആ സിനിമയിൽ അഭിനയിച്ചു. ജയൻ സാറിൻ്റെ മരണത്തെക്കുറിച്ച് എപ്പോഴാണ് സാർ അറിയുന്നത്? ഞാൻ കോട്ടയത്തിൻ്റെ ഒരു ബന്ധു വീട്ടിൽ ഇരിക്കുമ്പം എൻ്റെ ഫാദറിൻ്റെ ഇളയ ബ്രദറിൻ്റെ വൈഫുണ്ട്. പുള്ളിക്കാരത്തി എന്നെ ഫോൺ ചെയ്ത് പറയുന്നത്, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഞാൻ ചെന്നിരിക്കുന്ന വീട്ടിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളിച്ചിട്ട് പറയുമായിരുന്നു, ഇങ്ങനെ രാജൻ്റെ ഫ്രണ്ട് മരിച്ചിങ്ങനെ ആക്സിഡൻറ്റിൽ. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് കോട്ടയത്തു നിന്ന് ഞാനും വൈഫും മദറും കൂടി കൊല്ലത്തേക്ക് പോകുന്നത്. കോട്ടയത്തുനിന്ന് ഞങ്ങളവിടെ ചെന്ന് വൈകുന്നേരമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിക്കൊക്കെ കല്ലെറിഞ്ഞു. ഭയങ്കര കല്ലേറും വേളമൊക്കെ ആയിരുന്നു കൊല്ലത്തൊക്കെ. പണ്ടൊരിക്കൽ ജയൻ സാറും രാജൻ സാറുടെ എറണാകുളത്ത് ലിറ്റിൽ ഷേണൈസിലൊരു സിനിമ കാണാൻ പോയ ഒരു കഥയുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ സാർ? ലിറ്റിൽ ഷേണൈസിലെ ഒരു സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാനും ജയനോട് കൂടി. അപ്പോൾ സിനിമ കാണാൻ ചെന്നപ്പോൾ ടിക്കറ്റ് കൊടുക്കാനുള്ള സമയമായപ്പോഴും ഞാൻ ക്യൂവിൽ ചെന്നപ്പം എന്നെ തള്ളി മാറ്റിയൊരു നേവിക്കാരൻ എൻ്റെ മുമ്പിൽ കയറുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജയൻ വന്നിട്ട് അയാളെ പിടിച്ച് ഒരൊറ്റ ഏറാണ് എടുത്തത്. ഞാൻ പ്രോപ്പറായിട്ട് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നു. എന്നെ തള്ളി മാറ്റിയിട്ട് എൻ്റെ മുമ്പിൽ കയറി നിൽക്കാൻ വന്ന ആളാണ് അയാൾ. അയാളെ കൈകൊണ്ട് എടുത്തിട്ട് സിനിമയിലൊക്കെ പിന്നീട് നമ്മൾ സിനിമയിൽ കണ്ടിരിക്കുന്ന പോലെ ഇയാളെ ഒരു എടുത്തെറിഞ്ഞിട്ട് കുറേ സൈക്കിൾ ഗ്രൂപ്പ് ഓരോ സൈക്കിൾ ചരി വെച്ചിട്ടുണ്ട്. ഈ സൈക്കിളിനിടയിൽ പോയി അയാൾ വീഴുക. അയാൾ പ്രേം നസീറായിരുന്നു. പ്രേം നസീറും ജയഭാരതിയും കൂടെ ആയിരുന്നു. അഭിലാഷ് എന്നാണ് ടൈലറിംഗ് ഷോപ്പിൻ്റെ പേര്.
അപ്പോൾ പുള്ളി എയർപോർട്ടിൽ കൊച്ചിൻ വെല്ലിംഗ്ടൺ ഐലൻഡിലെ എയർപോർട്ടിലായിരുന്നു പ്രൈം മിനിസ്റ്റർ വരുന്നത്. പ്രൈം മിനിസ്റ്റർ വേറെ ഷൂട്ടിങ്ങിന് വന്നതാണ്, അതുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ കടയുടെ ഇനോഗ്രേഷന് വേണ്ടി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അപ്പം ബേബി പറഞ്ഞു ഞാൻ വരാം, ഞാനും കൂടെ വരാം എന്നും പറഞ്ഞ് ബേബിയുടെ കാറിലാണ് പോയിട്ട് പ്രൈം മിനിസ്റ്ററിനെ ഞങ്ങളുടെ കട ഇനോഗ്രേഷനിൽ കൊണ്ടുവന്നത്. പ്രൈം മിനിസ്റ്റർ ജയഭാരതി രണ്ടുപേരും കൂടെ ആയിരുന്നു. മിസ്റ്റർ പ്രിൻസ് ഈ മലയാള സിനിമയിൽ ഇന്നേ വരെ ആർക്കും കിട്ടാത്ത ഒരു പ്രത്യേക ഒരു അംഗീകാരമാണ് ജയന് കിട്ടിയിരിക്കുന്നത്. അത് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ എത്ര തലമുറ കഴിഞ്ഞാലും ജയനെപ്പറ്റിയുള്ള ഓർമ്മകളുമായിട്ട് ഇനിയുള്ള വരും തലമുറകൾ കൊണ്ടുപോകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ നമസ്കാരം, നന്ദി.